അല്ല, ഇപ്പം ചോദിച്ച ചോദ്യങ്ങള്, ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി, അത് ഏതെങ്കിലും ഒന്നിനെങ്കിലും മറുപടി പറ. പുള്ളിയുടെ ഒരു സങ്കല്പമുണ്ട് സനാതനം എന്ന് പറഞ്ഞാൽ എന്താന്ന് പുള്ളി, അതായത് പുള്ളി ഈ ശൂദ്രജാതിയിലും വരുന്നതല്ല, പക്ഷെ സനാതനത്തിൽ എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറണമെന്ന് പുള്ളിക്ക് ഒരു ആഗ്രഹമുണ്ട്. അപ്പം പുള്ളിയെ ബുദ്ധന് ഇത് കിട്ടിയതുപോലെ പുള്ളിക്ക് എന്തോ കിട്ടിയെന്നുള്ള ചിന്തയാ പുള്ളിക്ക്. അതുകൊണ്ട് പറഞ്ഞ ഈ ബുദ്ധന് ഒന്നാം തരം ഒരു വർഗീയവാദിയായിരുന്നു, അതായത് സ്വന്തം ജാതിയെ പുകഴ്ത്താൻ നടക്കുന്ന ആളാ പുള്ളി. പക്ഷെ ഈ പുസ്തകം ഒന്നും വായിച്ചിട്ടില്ല നമ്മുടെ വിനോയ്. ആ പുസ്തകം വായിച്ചിട്ടേ പോകാവുള്ളൂ. ഈ വിനോയ് എപ്പോഴും വന്ന് പറയുന്നത് യഥാർത്ഥ സനാതനി എന്ന് പറയുന്നത് ഈ ബുദ്ധനാണെന്ന് പുള്ളി എപ്പോഴും പറയുന്നത്. കുറെ ഉണ്ട്, സാരല്ല വായിക്കാം. ഇത് അമ്പത്ത സുത്തയിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ല, ത്രിപിട കയ്യിലുള്ളതാണ് അമ്പത്ത സുത്ത. ഈ അമ്പത്ത സുത്തയുടെ പശ്ചാത്തലം പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ വിവരിക്കാം. ഈ നമ്മുടെ ബുദ്ധൻ ശിഷ്യന്മാരുമായിട്ട് കോസല രാജ്യത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി. അപ്പൊ അവിടെ അങ്ങനെ താമസിക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് തന്നെ ഈ പൊക്കാറസദി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ കുറെ ശിഷ്യന്മാരുമായിട്ട് അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ പൊക്കാറസദി ഒരു പണ്ഡിതനായിട്ടുള്ള ആളാണ്, വളരെ അവിടെ അധികാരവും മറ്റുമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതിനൊക്കെ വില വയ്ക്കുമായിരുന്നു. അപ്പൊ ഈ പൊക്കാറസദി ഇങ്ങനെ അറിഞ്ഞു, ഇങ്ങനെ ഒരു മതപരമായ ജീവിതം സ്വീകരിച്ചിരിക്കുന്ന ശാക്യ കുടുംബത്തിൽപ്പെട്ട ഒരു ഭിക്ഷു ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞു. അപ്പൊ അതറിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഭിക്ഷുവിനെ, അതായത് ബുദ്ധനെ കുറിച്ച് കാര്യങ്ങൾ അറിയാൻ, അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറഞ്ഞു കേൾക്കുന്നതൊക്കെ സത്യം തന്നെയാണോ എന്നൊക്കെ അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട്, മാത്രമല്ല ഈ ശരീര ഇതുണ്ട്, എന്താണ് ശരീര ലക്ഷണങ്ങൾ, അപ്പൊ ആ ലക്ഷണങ്ങള് അതെല്ലാം ബുദ്ധനിൽ ഒത്തുവരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ആളെ അയച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ഈ പൊക്കാറസദിക്ക് അമ്പത്തൻ എന്ന് പറയുന്ന ഒരു യുവ ബ്രാഹ്മണൻ ശിഷ്യനായിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ ഭയങ്കര കഴിവുള്ള ഇതാണ്, ഭയങ്കര പണ്ഡിതനും അറിവുള്ള ആളുമാണ്, അഗാധ പാണ്ഡിത്യം നേടിയ മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഈ പൊക്കാറസദി എന്ന് പറയുന്നത്, എനിക്കെന്തറിയാമോ അത് നിനക്കറിയാം, നിനക്കെന്തറിയാമോ അത് എനിക്കറിയാം എന്ന് പറയാൻ കഴിയുന്ന അത്ര പണ്ഡിതനാണ്. അതായത് ഗുരുവിന് എന്തൊക്കെ അറിയാമോ അതൊക്കെ ഈ ശിഷ്യനും അറിയാം, അമ്പത്തിനറിയാം, അമ്പത്തിനറിയാവുന്നതൊക്കെ പൊക്കാറസദിക്ക് അറിയാം, അത്രയും പാണ്ഡിത്യമുള്ള ആളാണ്. അപ്പൊ ഈ പൊക്കാറസദി അമ്പത്തിനെ വിളിച്ചിട്ട് അവനോട് കാര്യം പറയും. അത് അവിടെ നിന്ന് ഞാൻ വായിക്കാം. താൻ കേട്ട വാർത്ത അമ്പത്തിനെ അറിയിച്ചിട്ട് പൊക്കാറസദി പറഞ്ഞു, പ്രിയപ്പെട്ട അമ്പത്ത, അതുകൊണ്ട് നീ സമാന ഗൗതമന്റെ അടുത്തേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ സൽപ്പേരിനെ കുറിച്ച് വിദേശത്ത് പറഞ്ഞു കേൾക്കുന്നത് വസ്തുതകളുമായി നിരക്കുന്നതാണോ അല്ലയോ എന്ന് സമാന ഗൗതമൻ അവർ പറയുന്നത് പോലെയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യണം. അപ്പോ അമ്പത്തൻ ചോദിക്കുകയാണ്, പക്ഷെ ഗുരു, അതെങ്ങനെയാണ് അല്ലയോ എന്ന് ഞാൻ അറിയുക? അപ്പൊ ഗുരു പറയാണ്, നമ്മുടെ ദിവ്യ രഹസ്യങ്ങൾ അടങ്ങുന്ന ശ്ലോകങ്ങളിൽ ഒരു മഹാന്റെ 32 ശാരീരിക ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണങ്ങളുള്ള മനുഷ്യൻ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിത്തീരും, മറ്റൊന്നും ആവുകയില്ല. അയാൾ സ്വഗൃഹത്തിൽ പാർത്താൽ ലോകത്തിന്റെ പരമാധികാരിയും ധർമ്മനിഷ്ഠനായ രാജാവുമായി തീരും. അയാളുടെ ഭരണം 4 മഹാസമുദ്രങ്ങളുടെ തീരങ്ങൾ വരെ വ്യാപിക്കും. അയാൾ ജേതാവും തന്റെ ജനങ്ങളുടെ സംരക്ഷകനും 7 രാജകീയ നിധികളുടെ ഉടമസ്ഥനുമായി തീരും. അയാൾക്ക് വീരന്മാരും പരാക്രമശാലികളുമായ 1000-ലേറെ പുത്രന്മാരുണ്ടാകും. അവർ ശത്രു സൈന്യങ്ങളെ തകർക്കും. അയാളുടെ പക്കൽ 7 നിധികൾ, ചക്രം, ആന, കുതിര, രത്നം, സ്ത്രീകൾ, നിധി സൂക്ഷിപ്പുകാരൻ, ഉപദേഷ്ടാവ് എന്നിവയുണ്ടായിരിക്കും. സമുദ്രം മുതൽ സമുദ്രം വരെ വിശാലമായ ഭൂമിയുടെ പരിപൂർണമായ ആധിപത്യം അയാൾക്കായിരിക്കും. ഈ സമുദ്രം മുതൽ സമുദ്രം വരെ എന്ന് പറയുന്നത് പടിഞ്ഞാറേ കടൽ മുതൽ കിഴക്കേ കടൽ വരെയാണ്. അതായത് ബംഗാൾ ഉൾക്കടൽ മുതൽ അറബിക്കടൽ മുതൽ ബംഗാൾ ഉൾക്കടൽ വരെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അന്നത്തെ കാലത്ത് അവർ പറയുന്നത് സമുദ്രം മുതൽ സമുദ്രം വരെ എന്ന് പറയുന്നത് ആര്യാവർത്തത്തിന്റെ ഒരു ഭാഗം മുതൽ മറ്റേ ഭാഗം വരെയാണ്. സമുദ്രം മുതൽ സമുദ്രം വരെ വിശാലമായ ഭൂമിയുടെ പരിപൂർണമായ ആധിപത്യം അയാൾക്കായിരിക്കും. വടിയുടെയോ വാളിന്റെയോ ആവശ്യമില്ലാതെ ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യം ഭരിക്കും. നേരെ മറിച്ച് മുമ്പറഞ്ഞ 32 ശാരീരിക ലക്ഷണങ്ങളുള്ള മനുഷ്യൻ സ്വഗൃഹം വിട്ടു പോവുകയാണെങ്കിൽ അയാൾ ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ന് ആവരണം എടുത്തു കളയുന്ന ഒരു ബുദ്ധനായിത്തീരും. അമ്പത്ത, ദിവ്യരഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങളുടെ ദാതാവാണ് ഞാൻ. നീ എന്റെ പക്കൽ നിന്ന് അവ സ്വീകരിച്ചിട്ടുണ്ട്.
അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ വളരെ നല്ലത് ഗുരു എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അമ്പത്തൻ ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റ് ഗുരുവിനെ വണങ്ങി. അയാൾ പെൺകുതിരകൾ വലിക്കുന്ന ഒരു തേരിലേറി യുവ ബ്രാഹ്മണരുടെ പരിവാരത്തോടുകൂടി ഇഖാനങ്കാല വനത്തിലേക്ക് പുറപ്പെട്ടു. വാഹന ഗതാഗതത്തിന് യോഗ്യമായ റോഡ് ഉള്ളിടത്തോളം ദൂരം തേരിൽ യാത്ര ചെയ്ത ശേഷം അയാൾ തേര് വിട്ടിറങ്ങി കാൽനടയായി ഉപവനത്തിലേക്ക് പോയി. ആ സമയത്ത് നിരവധി സഹോദരന്മാർ തുറസായ സ്ഥലത്ത് ഉലാത്തുന്നുണ്ടായിരുന്നു. ഈ സഹോദരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ബുദ്ധഭിക്ഷുക്കളെയാണ് കേട്ടോ. തുറസായ സ്ഥലത്ത് ഉലാത്തുന്നുണ്ടായിരുന്നു. അമ്പത്തൻ അവരെ സമീപിച്ച് ചോദിച്ചു, പൂജ്യനായ ഗൗതമൻ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണാവോ? ഞങ്ങളിവിടെ വന്നത് അദ്ദേഹത്തെ സന്ദർശിക്കാനാണ്. അപ്പോൾ സഹോദരന്മാർ ചിന്തിച്ചു, യുവ ബ്രാഹ്മണനായ ഈ അമ്പത്തൻ ശ്രേഷ്ഠ കുടുംബാംഗവും ശ്രേഷ്ഠ ബ്രാഹ്മണനായ പൊക്കാറസാദിയുടെ ശിഷ്യനുമാണ്. ഇങ്ങനെയുള്ളവരുമായി സംഭാഷണം നടത്താൻ അനുഗ്രഹീതനായവൻ ഉദ്ദേശിക്കുന്നത് ഈ ബുദ്ധനെയാണ്. അനുഗ്രഹീതനായവന് വിഷമം ഉണ്ടാവുകയില്ല. അവർ അമ്പത്തനോട് പറഞ്ഞു, അവിടെ വാതിൽ അടച്ചിട്ടിരിക്കുന്നതാണ് ഗൗതമൻ പാർക്കുന്ന സ്ഥലം. ഒച്ച വെക്കാതെ അങ്ങോട്ട് ചെന്ന് ശാന്തമായി പൂമുഖത്ത് കയറി ഒന്ന് ചുമയ്ക്കുകയോ പടിയിൽ മുട്ടുകയോ ചെയ്താൽ അനുഗ്രഹീതനായവൻ വന്ന് കതക് തുറന്നു തരും. അമ്പത്തൻ അപ്രകാരം ചെയ്തു. അനുഗ്രഹീതനായവൻ വന്ന് വാതിൽ തുറന്നു. അമ്പത്തൻ ബ്രാഹ്മണ യുവാക്കളുമൊത്ത് അകത്ത് പ്രവേശിച്ചു. അനുഗ്രഹീതനായവനുമായി കുശലപ്രശ്നങ്ങൾ നടത്തിയ ശേഷം ബ്രാഹ്മണ യുവാക്കൾ ആസനസ്ഥരായി. എന്നാൽ അമ്പത്തനാകട്ടെ അസ്വസ്ഥതയോടെ അവിടെ ചുറ്റി നടന്നുകൊണ്ടോ നിന്നുകൊണ്ടോ മുന്നൊരുക്കമൊന്നും കൂടാതെ അവിടെ ആസനസ്ഥനായിരുന്ന അനുഗ്രഹീതനായവനോട് മര്യാദയുടെ പേരിൽ എന്തോ പറയുകയാണ് ചെയ്തത്. അപ്പോൾ അനുഗ്രഹീതനായവൻ ചോദിച്ചു, അമ്പത്ത, ഞാനിവിടെ ഇരിക്കുമ്പോൾ നീ ചുറ്റി നടന്നുകൊണ്ടോ നിന്നുകൊണ്ടോ സംസാരിക്കുന്നല്ലോ. പ്രായം ചെന്ന ഗുരുക്കന്മാരോട്, നിന്റെ ഗുരുക്കന്മാരുടെയും ഗുരുക്കന്മാരോട്, നിന്നേക്കാൾ വളരെയേറെ പ്രായമുള്ളവരോട് നീ സംഭാഷണം നടത്തുന്ന രീതി ഇതാണോ? ഇവിടെ ഈ ബുദ്ധൻ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അടിച്ചിട്ട് നിൽക്കുകയാണ്. പ്രായം കൊണ്ട് ഇയാളുടെ ഈ അമ്പാരസതിയുടെ അമ്പത്തന്റെ ശിഷ്യനാണല്ലോ പൊക്കാറസതിയുടെ ഗുരുവാകാനുള്ള പ്രായമൊന്നും ശരിക്കും ബുദ്ധനില്ല. എന്നാലും ബുദ്ധൻ പറയാണ്, പ്രായം കൊണ്ട് വളരെ മൂത്തയാള് നിന്റെ ഗുരുക്കന്മാരുടെയും ഗുരുവായിരിക്കുന്നവനോട് ഇങ്ങനെയൊക്കെയാണോ എന്ന് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കാണ് ഈ ബുദ്ധനിവിടെ. അപ്പൊ അമ്പത്തൻ പറയുന്ന മറുപടി, തീർച്ചയായും അല്ല ഗൗതമ. ഒരു ബ്രാഹ്മണൻ നടക്കുകയാണെങ്കിൽ മാത്രം നടന്നുകൊണ്ടും, നിൽക്കുകയാണെങ്കിൽ നിന്നുകൊണ്ടും, ഇരിക്കുകയാണെങ്കിൽ ഇരുന്നു കൊണ്ടും, ചെരിഞ്ഞു കിടക്കുകയാണെങ്കിൽ ചെരിഞ്ഞു കിടന്നുകൊണ്ടും അദ്ദേഹത്തോട് സംസാരിക്കുന്നതാണ് ശരിയായ രീതി. പക്ഷെ മൊട്ടത്തലയന്മാരോട്, കപട സന്യാസിമാരോട്, വിടുപണിക്കാരായ കറമ്പന്മാരോട്, ഞങ്ങളുടെ ബന്ധുക്കളുടെ ഉപ്പൂറ്റികളിൽ നിന്നും തട്ടിക്കളഞ്ഞ നിന്ദ്യവസ്തുക്കളോട്, അവരോട് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയാണ്. ബുദ്ധൻ പറയാണ്, പക്ഷെ നിനക്കെന്തോ ആവശ്യം ഉണ്ടായിരിക്കണം. അതിനാണല്ലോ നീ ഇവിടെ വന്നത്. നീ വന്നപ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യം എന്താണെന്ന് ഓർത്തു നോക്ക്. ബ്രാഹ്മണ യുവാവായ അമ്പത്തൻ സ്വന്തം സംസ്കാരത്തെപ്പറ്റി ഊറ്റം കൊള്ളുമെങ്കിലും വാസ്തവത്തിൽ നന്നായി വളർത്തപ്പെട്ടിട്ടില്ല. പരിശീലനത്തിന്റെ കുറവിൽ നിന്നല്ലാതെ ഇതെങ്ങനെയാണ് സംഭവിക്കുക? ബുദ്ധൻ തിരിച്ചു മാന്താൻ തുടങ്ങിയാണ് ഇപ്പൊ അമ്പത്തനെ. ഇവന്റെ വീട്ടുകാരാദ്യം പറഞ്ഞു, അവൻ നല്ല രീതിയിൽ വളർത്തപ്പെട്ടിട്ടില്ല, നിന്റെ മാതാപിതാക്കൾ നിന്നെ വളർത്തിയിട്ടില്ല, പിന്നെ പരിശീലനത്തിന്റെ കുറവ്. അപ്പൊ പൊക്കാറസദീനെയും പറഞ്ഞു, ഇവന്റെ ആശാനും ശരിയല്ല, ആശാൻ ശരിയായ പരിശീലനം കൊടുത്തിട്ടില്ല, ആശാനെയും പറഞ്ഞു. അതാണ് ബുദ്ധൻ തിരിച്ചു പറയുന്നത്. തന്നെ സംസ്കാരശൂന്യനെന്ന് വിളിച്ചതിന്റെ പേരിൽ അമ്പത്തന് അനുഗ്രഹീതനായവനോട് വെറുപ്പും കോപവും ഉണ്ടായി. അനുഗ്രഹീതനായവൻ തന്നെ ശല്യമായി കണക്കാക്കുന്നുവെന്ന് തോന്നിയപ്പോൾ അയാൾ കൊഞ്ഞനം കാട്ടിക്കൊണ്ടും പുച്ഛത്തോടും നിന്ദയോടും കൂടിയും പറഞ്ഞു, ഗൗതമ, നിങ്ങളുടെ ശാക്യവംശം മര്യാദയും സംസ്കാരവും ഇല്ലാത്തതാണ്. നിങ്ങളുടെ ശാക്യകുലം ഈർഷ്യയും അക്രമാസക്തിയും ഉള്ളതാണ്. വിടുപണിക്കാർ, വെറും വിടുപണിക്കാർ. അവർ ബ്രാഹ്മണരെ പൂജിക്കുകയോ വിലമതിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നില്ല. ബ്രാഹ്മണർക്ക് ദാനങ്ങൾ നൽകുകയോ അവരെ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല. അത് യോഗ്യമോ ഉചിതമോ ആയ കാര്യമല്ല ഗൗതമ. അങ്ങനെ യുവ ബ്രാഹ്മണനായ അമ്പത്തൻ ശാക്യന്മാർ വിടുപണിക്കാരാണെന്ന് ആദ്യമായി ദോഷാരോപണം നടത്തി. അപ്പൊ ബുദ്ധൻ തിരിച്ചു ചോദിക്കുകയാണ്, അമ്പത്ത, എന്ത് ചെയ്തതാണ് ശാക്യന്മാർ നിങ്ങൾക്ക് നീരസം ഉണ്ടാക്കിയത്? അപ്പൊ ഇത് അമ്പത്തനത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ബുദ്ധന് കാര്യം പിടികിട്ടി. ഏതോ ശാക്യന് ഇവൻ എന്തോ പണി കൊടുത്തിട്ടുണ്ട്, അതാണ് പ്രശ്നം. അതിന്റെ കലിപ്പാണ് ശാക്യന്മാരോട് ഇവനുള്ളതെന്ന് മനസ്സിലായി. അപ്പൊ ചോദിക്കുകയാണ്, എന്താണ് അവരുടെ നീരസം ഉണ്ടാക്കിയ പ്രവൃത്തി? അപ്പൊ അമ്പത്തൻ മറുപടി പറയാണ്, ഗൗതമ, ഒരിക്കൽ പൊക്കാറസാദിയുടെ ഏതോ ഒരു കാര്യത്തിന് എനിക്ക് കപിലവാസ്തുവിൽ പോകേണ്ടി വന്നു. ഞാൻ ശാക്യന്മാരുടെ സഭാമണ്ഡലത്തിൽ ചെന്നു. അപ്പോൾ ചെറുപ്പക്കാരും പ്രായം ചെന്നവരുമായ നിരവധി ശാക്യന്മാർ ഗംഭീരമായ ഇരിപ്പിടങ്ങളിൽ അവിടെ ഉപവിഷ്ടരായിരുന്നു.
അവർ ഉല്ലസിച്ചും കൈവിരൽ കൊണ്ട് അന്യോന്യം ഞോണ്ടിയും തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നു. സത്യത്തിൽ ഞാൻ കരുതുന്നത് അവർ തമാശകൾ പറഞ്ഞത് എന്നെ പറ്റിയാണെന്നാണ്. അപ്പൊ ഇവനിങ്ങനെ തോന്നാനുള്ള കാരണമുണ്ട്. അത് ഞാൻ പുറകെ ഇതിൽ തന്നെ ഉണ്ട്, വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അമ്പത്തൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ചെറുപ്പക്കാരായ ശാക്യന്മാരെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഓരോ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പൊ ഇവന് തോന്നി, അമ്പത്തിന് തോന്നി ഇതെന്നെ പറ്റിയാണ് ഇവന്മാർ ഈ തമാശ പറഞ്ഞ് ചിരിക്കുന്നതെന്ന് തോന്നി. അതിന്റെ കാരണം പുറകെ പറയാം. സത്യത്തിൽ ഞാൻ കരുതുന്നത് അവർ തമാശകൾ പറഞ്ഞത് എന്നെ പറ്റിയാണെന്നാണ്. അവരിൽ ഒരുത്തരും എന്നോട് ഇരിക്കാൻ പോലും പറഞ്ഞില്ല ഗൗതമ. അത് യോഗ്യമോ ഉചിതമോ ആയ കാര്യമല്ല. ശാക്യന്മാർ വിടുപണിക്കാർ, വെറും വിടുപണിക്കാരാണ്. അവർ ബ്രാഹ്മണരെ പൂജിക്കുകയോ വിലമതിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നില്ല. അവർ ബ്രാഹ്മണർക്ക് ദാനങ്ങൾ നൽകുകയോ അവരെ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് അമ്പത്തന്റെ ശരിയായ പ്രശ്നം. ശാക്യന്മാര് ബ്രാഹ്മണരെ ആദരിക്കുന്നില്ല, അവർക്ക് ചില്ലറ കൊടുക്കുന്നില്ല, ദാനങ്ങൾ കൊടുക്കുന്നില്ല. മാത്രമല്ല അമ്പത്തിന് വ്യക്തിപരമായിട്ടും പ്രശ്നമുണ്ട്. അമ്പത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കളിയാക്കി ചിരിച്ചു എന്ന് അമ്പത്തിന് തോന്നി. അപ്പൊ അങ്ങനെ യുവബ്രാഹ്മണനായ അമ്പത്തൻ ശാക്യന്മാർ വിടുപണിക്കാരാണെന്ന് രണ്ടാമതും ദോഷാരോപണം നടത്തി. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബുദ്ധൻ പറയാണ്, അമ്പത്താ, ഒരു തിത്തിരി പക്ഷിക്ക് അതൊരു അത് ചെറിയൊരു പിടയാണെങ്കിൽ പോലും സ്വന്തം കൂട്ടിലിരുന്ന് ഇഷ്ടമുള്ളത് പറയാം. കപിലവാസ്തുവിൽ ശാക്യന്മാർ അവരുടെ സ്വന്തം ഭവനത്തിലാണ്. ഇത്രയ്ക്ക് നിസ്സാരമായൊരു സംഗതിയുടെ പേരിൽ നീ നീരസപ്പെടുന്നത് യോഗ്യമല്ല. അപ്പൊ ബുദ്ധൻ പറയുന്നത് ന്യായമായ കാര്യമാണ്. കപിലവസ്തു എന്ന് പറയുന്നത് ശാക്യന്മാരുടെ സ്ഥലമാണ്. അപ്പൊ അവരുടെ സ്ഥലത്തിരുന്ന് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, ചിരിക്കാം, അതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. അപ്പൊ ഇതൊരു നിസ്സാര കാര്യം, അതിന്റെ പേരിൽ നീ ഇങ്ങനെ നീരസപ്പെടുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിട്ട് കഴിഞ്ഞപ്പോ അമ്പത്തം പറയാണ്, ഗൗതമ, ജനങ്ങൾ 4 തരമുണ്ട്: പ്രഭുക്കൾ, ബ്രാഹ്മണർ, വ്യാപാരികൾ, പണിയെടുക്കുന്നവർ എന്നിങ്ങനെ. ഈ 4 കൂട്ടത്തിൽ 3 കൂട്ടർ, പ്രഭുക്കൾ, വ്യാപാരികൾ, പണിയെടുക്കുന്നവർ എന്നിവർ നിശ്ചയമായും ബ്രാഹ്മണരുടെ സേവകരാണ്. അതുകൊണ്ട് ഗൗതമ, വെറും വിടുപണിക്കാരായ ശാക്യന്മാർ ബ്രാഹ്മണരെ പൂജിക്കാതെയും വിലമതിക്കാതെയും ആദരിക്കാതെയും അവർക്ക് ദാനങ്ങൾ നൽകാതെയും അവരെ ബഹുമാനിക്കാതെയും ഇരിക്കുന്നത് യോഗ്യമോ ഉചിതമോ ആയ കാര്യമല്ല. അങ്ങനെ യുവബ്രാഹ്മണനായ അമ്പത്തൻ ശാക്യന്മാർ വിടുപണിക്കാരാണെന്ന് 3ാമതും ദോഷാരോപണം നടത്തി. അമ്പത്തൻ പറയുന്ന സംഗതി ഇതാണ്: ഈ ജനങ്ങള് 4 തരം, അതായത് ഈ നമുക്കറിയാവുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്ന ആ 4 വർണ്ണങ്ങളുണ്ടല്ലോ, ആ വർണ്ണത്തിന്റെ മറ്റൊരു വകഭേദം തന്നെയാണ് ഇവിടെയും കാണുന്നത്. പ്രഭുക്കള്, ബ്രാഹ്മണര്, വ്യാപാരികള്, പണിയെടുക്കുന്നവർ. വ്യാപാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശ്യന്മാര്, പണിയെടുക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂദ്രന്മാര്, പ്രഭുക്കൾ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയര്. മനസ്സിലായ? അപ്പൊ ആ വിഭജനം തന്നെയാണ് ഇവിടെയും കാണുന്നത്. അപ്പൊ ഈ 4 കൂട്ടരിൽ 3 കൂട്ടര്, അതായത് പ്രഭുക്കളും വ്യാപാരികളും പണിയെടുക്കുന്നവരും ബ്രാഹ്മണരെ സേവിക്കേണ്ടവരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? ബ്രാഹ്മണന് ദാനധർമ്മങ്ങളൊക്കെ നടത്തി ചില്ലറ കൊടുത്ത് അവരെ പൂജിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് യോഗ്യമായ കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനുഗ്രഹീതനായവൻ അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു: ഈ അമ്പത്തൻ ശാക്യരുടെ ഉത്ഭവം ദാസ്യകുലത്തിലാണെന്ന് ദോഷാരോപണം നടത്തി അവരെ അപമാനിക്കാൻ കച്ചകെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ ബുദ്ധൻ ശാക്യകുലത്തിൽപ്പെട്ടവരാണ്, ശാക്യവംശത്തിൽപ്പെട്ട ആളാണ് ബുദ്ധൻ. ശാക്യ സന്യാസി, ശാക്യമുനി എന്നൊരു പേരുണ്ട് ബുദ്ധന്. ശാക്യമുനി ബുദ്ധന്റെ ജാതിയാണ്. അപ്പോ അല്ലെങ്കിൽ ബുദ്ധന്റെ കുലം. അപ്പൊ ഇത് ബുദ്ധനെ അത്ര രസിച്ചില്ല. ബുദ്ധന്റെ കുലം വിടുപണിക്കാരാണ്, ശാക്യന്മാര് വിടുപണിക്കാരാണ് എന്ന് പറഞ്ഞത് ബുദ്ധന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ബുദ്ധൻ ചിന്തിക്കുകയാണ്, ഈ അമ്പത്തൻ ശാക്യരുടെ ഉത്ഭവം ദാസ്യകുലത്തിലാണെന്ന് ദോഷാരോപണം നടത്തി അവരെ അപമാനിക്കാൻ കച്ചകെട്ടിയിരിക്കുകയാണ്. ഇവന്റെ വംശപരമ്പര എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഈ ബുദ്ധനെ ഇവന്റെ ഇതറിയാം, അമ്പത്തന്റെ കുലം ഏതാണെന്നുള്ള കാര്യം ബുദ്ധന് നന്നായിട്ട് അറിയാം. അപ്പൊ ബുദ്ധനിങ്ങനെ ആലോചിക്കുകയാണ്, ഇവൻ എന്റെ കുലം ദാസ്യകുലമാണെന്നും പറഞ്ഞ് ഇവൻ അപമാനിക്കാൻ വേണ്ടി കച്ചകെട്ടി വന്നിരിക്കുകയാണ്. എന്നാൽ ശരി, ഇവന്റെ കുലം ഏതാണെന്നുള്ളതൊന്ന് വെളിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. അപ്പം അദ്ദേഹം അമ്പത്തിനോട് ചോദിക്കുകയാണ്, ഇരിക്കട്ടെ അമ്പത്ത, നീ ഏത് കുലത്തിൽപ്പെട്ടവനാണ്? അപ്പോ ഈ ചോദ്യത്തിന് മറുപടി ഇല്ല കേട്ടോ, അമ്പത്തം മറുപടി പറയുന്നില്ല. അപ്പൊ ബുദ്ധൻ തന്നെ തുടർന്ന് പറയുകയാണ്, നിന്റെ പുരാതനമായ പേരും നിന്റെ പിതാവിന്റെ പക്ഷത്തെയും മാതാവിന്റെ പക്ഷത്തെയും വംശപരമ്പരയും പരിശോധിച്ചാൽ ഒരു കാലത്ത് ശാക്യന്മാർ നിന്റെ യജമാനന്മാരായിരുന്നുവെന്നും നീ അവരുടെ അടിമപ്പെണ്ണുങ്ങളിൽ ഒരുത്തിയുടെ സന്തതിയാണെന്നും കാണാൻ കഴിയും. ബുദ്ധൻ പറയാണ്, അമ്പത്തിനോട് പറയാണ്, നിന്റെ കുലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ കുടുംബം കുലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ
ഈ ശാക്യന്മാരുടെ അടിമപ്പെണ്ണുങ്ങളിൽ ഒരുത്തിയിൽ നിന്നുണ്ടായ കുട്ടിയാണ്. ആ കുട്ടിയുടെ വംശപരമ്പരപ്പെട്ടവനാണ് നീ. അതായത് യഥാർത്ഥത്തിൽ അടിമകുലത്തിൽപ്പെട്ട, ദാസ്യകുലത്തിൽപ്പെട്ട വിടുപണിക്കാരായിരിക്കുന്ന ശാക്യരല്ല, ശാക്യന്മാരുടെ വിടുപണിക്കാരാണ് നിന്റെ കുലം എന്നാണ് ബുദ്ധൻ തിരിച്ചു പറയുന്നത്. ബ്രദറെ, നീ അവരുടെ അടിമ ബിനോയ് എപ്പോഴും പറയുന്നത് ഈ ബ്രാഹ്മണരാണ് ഈ ജാതി കുത്തിക്കരുന്നത്. അപ്പൊ അത് ഈ ബുദ്ധന്റെ കാലത്തും ഈ ജാതി വ്യവസ്ഥ ഉണ്ടില്ലേ? ഓക്കെ, ഇത് പണ്ടേ ഉള്ളതാണ്, നീവന്മാരുടെ ഇത് പണ്ടേ ഉള്ളതാണ്. അപ്പോ ഇദ്ദേഹം എന്നിട്ട് പറയാണ്, നീ അവരുടെ അടിമപ്പെണ്ണുങ്ങളിൽ ഒരുത്തിയുടെ സന്തതിയാണെന്ന് കാണാൻ കഴിയും. എന്നാൽ ശാകന്മാരുടെ വംശപാരമ്പര്യമാകട്ടെ പുറകോട്ട് പോയാൽ ഒക്കാകൻ രാജാവിൽ ചെന്നെത്തും. ഇവന്റെ അമ്പത്തന്റെ വംശപരമ്പര പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അടിമപ്പെണ്ണി ചെന്ന് നിൽക്കുന്നു. അടിമപ്പെണ്ണൊന്നുമല്ല, അടിമപ്പെണ്ണിന്റെ അപ്പനും അമ്മയൊക്കെ വേറെ ഉണ്ടല്ലോ, അതൊന്നും പറയില്ല. ഇവര് അടിമപ്പെണ്ണില് നിൽക്കുകയാണ്, അവിടെ ചെന്നിട്ട് നിർത്തുകയാണ്. എന്നാൽ ഈ ബുദ്ധന്റെ വംശപരമ്പര, ശാക്യവംശ പരമ്പര പുറകോട്ട് പോയാൽ ഒക്കാകൻ രാജാവിൽ ചെന്നെത്തും. പിന്നെ എന്നിട്ട് ഇദ്ദേഹം ബുദ്ധൻ ആ ചരിത്രം പറയാണ്, അമ്പത്തിനോട് ചരിത്രം പറയാണ്. വളരെ കാലം മുമ്പ് ഒക്കാകൻ രാജാവ് പിന്തുടർച്ചാവകാശം തന്റെ ഇഷ്ടരാജ്ഞിയുടെ പുത്രനിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മൂത്തുപുത്രന്മാരായ ഒക്കാമുഖൻ, കരന്തൻ, ഹത്തിനികൻ, സിനിപുരൻ എന്നിവരെ നാടുകടത്തി. നാടുകടത്തപ്പെട്ട അവർ ഹിമാലയത്തിന്റെ ചെരുവിൽ ഒരു തടാക തീരത്ത് ഒരു ഭീമൻ ഓക്കുമരം നിൽക്കുന്നിടത്ത് ചെന്ന് അവിടെ താമസമുറപ്പിച്ചു. തങ്ങളുടെ വംശശുദ്ധിക്ക് കളങ്കം വരാതെയിരിക്കാൻ അവർ സ്വന്തം സഹോദരിമാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. ഈ രാജാവ്, ഇദ്ദേഹത്തിന് പല ഭാര്യമാരുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട രാജ്ഞിയുടെ മോന് സിംഹാസനം കൊടുക്കാൻ, ഭരണത്തിന്റെ പിന്തുടർച്ചാവകാശം ഇഷ്ടപ്പെട്ട രാജ്ഞിയുടെ പുത്രന് കൊടുക്കാൻ വേണ്ടി മൂത്ത പുത്രന്മാരെ അല്ലെങ്കിൽ മറ്റു രാജ്ഞിമാരിലൊക്കെ അതിന് മുമ്പേ ജനിച്ച മക്കളെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും, ആണുങ്ങളുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും, സഹോദരന്മാരും സഹോദരിമാരായിരിക്കുന്ന ഇവരെ മൊത്തം നാട് കടത്തി. അവിടുന്ന് ഇഷ്ടപുത്രനെ മാത്രം അവിടെ വെച്ചു. അവന്റെ അധികാരത്തിനൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരെയൊക്കെ നാട് കടത്തി. അതിർത്തി, രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് കൊണ്ട് താമസിപ്പിക്കുകയാണ്. അപ്പൊ വളരെ ദൂരെയാണ്, സാമ്രാജ്യത്തിന്റെ അതിർത്തിയിൽ അവർ ഉള്ളത്. അപ്പൊ അവിടെ താമസിച്ചിരിക്കുന്ന സമയത്ത് ഇവർക്ക് അവിടെയുള്ള ആൾക്കാരുമായിട്ട് പിന്നെ ഇവർ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിവാഹം പ്രായമായി. അപ്പൊ വിവാഹം കഴിക്കണമെങ്കിൽ ഇവർക്ക് അവിടെ ഉണ്ട്, ഇവരുടെ ഇതിന് ചേർന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഇവരുടെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വേറെ ചില പുസ്തകത്തിലുള്ളത്, ഇവരുടെ പേടി എന്ന് പറയുന്നത്, ഇപ്പൊ ഈ അവിടെ വിവാഹത്തിന് വേണ്ടി ഇപ്പൊ ഇവർ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്തുണ്ട് ക്ഷത്രിയന്റെ മകൻ അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ മകൻ, എന്തോ ആകട്ടെ, അവിടെ അന്നത്തെ സമൂഹത്തിലെ വലിയ ഇതിന്റെ ഉയർന്ന ജാതിപ്പെട്ട ആളുടെ മകളോ ഒക്കെ തന്നെ ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഇവരുടെ വംശപരമ്പരയിൽ എവിടെയെങ്കിലും വല്ല കളങ്കം വന്നിട്ടുണ്ടെങ്കിലോ? ഇപ്പൊ ബ്രാഹ്മണന്റെ അല്ലെങ്കിൽ ക്ഷത്രിയന്റെ മകനോ മകളോ ഒക്കെയാണ് ശരി, പക്ഷെ പുറകോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു തലമുറയില് വംശപരമ്പരയിൽ എന്തെങ്കിലും ഒരു കളങ്കം വന്നിട്ടുണ്ടെങ്കിലോ, ജാതി മാറി വേറെ ജാതിയിൽപ്പെട്ട ആരെങ്കിലും വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉണ്ടായതൊക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ഇതിൻ്റെ അകത്ത് എന്നുള്ള പേടി ഇവർക്കുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ജാതി സങ്കലനം തങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു, സ്വന്തം സഹോദരിമാരെ തന്നെ വിവാഹം കഴിച്ചു. അപ്പൊ സ്വന്തം സഹോദരിമാരാകുമ്പോൾ ഇവർക്കറിയാലോ ഇവരുടെ വംശപരമ്പരയിൽ ഒരു ഇതും വന്നിട്ടില്ല, പ്യുവർ ബ്ലഡ് ഇതായിട്ട് വരികയാണ്, പ്യുവർ എന്താണ് ശുദ്ധവംശ രക്തം അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തലമുറയാണത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ജാതി സങ്കലനം വരാതിരിക്കാൻ വേണ്ടി ഇവർ സ്വന്തം സഹോദരിമാരെ തന്നെ വിവാഹം കഴിച്ചു. അതിൽ നിന്നും പിന്നെ മക്കളുണ്ടാവുകയാണ്. അതാണ് ആ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഒക്കാകൻ രാജാവ് അദ്ദേഹത്തിന്റെ സദസ്സിലെ മന്ത്രിമാരോട് ചോദിച്ചു, മാന്യന്മാരെ, കുട്ടികൾ ഇപ്പോൾ എവിടെയാണ്? അപ്പൊ കാലം കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രാജാവിന് ബോധം വരുന്നത്, പണ്ട് മൂത്ത മക്കളെയൊക്കെ നാട് കടത്തിയിട്ടുണ്ടല്ലോ, അവരിപ്പോ എന്തായാവോ? രാജാവ് ചോദിക്കുന്നു മന്ത്രിമാരോട്, അവരിപ്പോ എവിടെയുണ്ട്? അപ്പോ ഒരു മന്ത്രി പറയുന്ന മറുപടി ഇങ്ങനെയാണ്, പ്രഭു, ഹിമാലയത്തിന്റെ ചെരുവിൽ ഒരു തടാക തീരത്ത് ഒരു ഭീമൻ ഓക്കുമരം നിൽക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ഓക്കുമരം അല്ലെങ്കിൽ അതിനെ ശാഗോ മരം എന്നും പറയാം. ശാഗോ എന്നാണ് ശരിക്കും അതിന്റെ വാക്ക്, സംസ്കൃത പാലിയിൽ അത് ശാഗോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശാഗോ മരം, ശാഗോ മരം നമ്മുടെ തേക്ക് മരം പോലെ തന്നെ വളരെ കട്ടിയുള്ള കാതലുള്ള മരമാണ്. ഈ ശാഗോ മരം നിൽക്കുന്ന സ്ഥാനമുണ്ട്, അവിടെയാണ് അവർ താമസിക്കുന്നത്.
തങ്ങളുടെ വംശശുദ്ധിക്ക് കളങ്കം വരാതെയിരിക്കാൻ അവർ സ്വന്തം സഹോദരിമാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. ഇത് കേട്ടപ്പോൾ ഒക്കാവൻ രാജാവിന് അതിയായ മതിപ്പ് തോന്നി. കൊള്ളാം, നല്ല ബെസ്റ്റ് തന്ത. സ്വന്തം സഹോദരിമാരെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ രാജാവിന് ഭയങ്കര മതിപ്പ് തോന്നി. വംശശുദ്ധിക്ക് കളങ്കമൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പൊ രാജാവ് പറയാണ്, ആ ചെറുപ്പക്കാർ ഓക്കിന്റെ ഹൃദയങ്ങളാണ്. ഓക്ക് അതായത് ശാക്യം, അവിടെയാണ് ശാക്യം എന്നുള്ള പേര് വരുന്നത്. അതായത് ശാഖോമരമാണ്, ശാഖോമരത്തിന്റെ ഹൃദയം. അപ്പൊ അതുകൊണ്ട് അതായത് അത്രയും കഠിന ഹൃദയരാണ് അവര്. വംശശുദ്ധി എന്നുള്ള കാര്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അവർ പുറകോട്ട് പോയിട്ടില്ല. സ്വന്തം സഹോദരിമാരെ വിവാഹം കഴിച്ചിട്ടായാലും ശരി, ഞങ്ങളുടെ ആ വംശശുദ്ധി, ആ ശുദ്ധരക്തമുള്ള ആ തലമുറയെ തന്നെ ഞങ്ങൾ പുറത്തു വിടുകയുള്ളൂ. അതിനകത്തൊരു കളങ്കം ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ അത് അത്രയും കഠിന ഹൃദയമാണ്, അത് ഓക്കിന്റെ ഹൃദയം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയണം, ആ ചെറുപ്പക്കാർ ഓക്കിന്റെ ഹൃദയങ്ങളാണ്. ശരി, അവർ സ്വന്തം നിലയിൽ ജീവിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ ഈ ചരിത്രം പറഞ്ഞിട്ട് ബുദ്ധൻ അമ്പത്തിനോട് പറയാണ്, അമ്പത്ത, അവർ ശാക്യന്മാർ എന്നറിയപ്പെടുന്നതിന്റെ കാരണം ഇതാണ്. മനസ്സിലായ? അതായത് ആ ശാക്യമരത്തിന്റെ ഹൃദയമാണ്, ഓക്കുമരത്തിന്റെ ഹൃദയമുള്ളവരാണ് അവര്. അപ്പൊ രാജാവ് പറഞ്ഞു ഇവര് ശാക്യമരത്തിന്റെ ഹൃദയമുള്ളവർ, അതുകൊണ്ട് ശാക്യന്മാർ എന്നുള്ള പേര് അവർക്ക് വീഴുകയാണ്. ആ മക്കൾക്ക് സ്വന്തം സഹോദരിമാരെ വിവാഹം കഴിച്ചിട്ട് അതിൽ നിന്നുണ്ടായ ആ